എന്തായി ഡോക്ടർ? അത് പിന്നെ ആ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കഴിച്ച ഭക്ഷണത്തിന്റേതാണോന്ന് ഇനി കൂടുതൽ ടെസ്റ്റുകൾക്ക് ശേഷമേ പറയാൻ പറ്റൂ. പിന്നെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ കുഞ്ഞു പോയി. ഇനിയിപ്പൊ കുഞ്ഞിനെ പറ്റി ആലോചിച്ച് വിഷമിക്കാതെ അമ്മയുടെ ജീവനെങ്കിലും നിലനിർത്താൻ നോക്കുക ഞങ്ങള്. ഹാർട്ടിലും ലിവറിലും കിഡ്നിയിലും ഒക്കെ അഫക്ട് ചെയ്തു. ആളിപ്പോ വെന്റിലേറ്ററിലാ. ഒക്കെ ബോധം വരുമ്പോ എന്തു പറയും മോനെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. ചേച്ചിയെ ജയിക്കാൻ അവളുടെ മുന്നിലുള്ള ആകെ പ്രതീക്ഷയായിരുന്നു ആ കുഞ്ഞ്. നിങ്ങളൊക്കെ ശരിക്കും അവൾക്ക് കൊടുത്ത പായസത്തിൽ തന്നെയാണോ മരുന്ന് കലർത്തിയത്? അതോ കരുണയ്ക്കാണോ അത് കൊടുത്തത്? എന്റെ പൊന്നെ, അമ്മയും കരുണമോളോടല്ലേ ഇതെല്ലാം ചെയ്തേ? പിന്നെ അവർക്ക് തെറ്റുപറ്റുമോ? പിന്നെ എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല മോളെ. അമ്മ എത്രയും പെട്ടെന്ന് വിളിക്കണം. വിഷം ഉള്ളിൽ പോയൊന്നും പറയാൻ പറ്റില്ല. മോനെ മോനെ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്കേ. ഞാനൊന്ന് വീട് വരെ പോയി അമ്മയും കൂട്ടി വരാം. സർ, ആ വാ, വരൂ, ഇരിക്കൂ. ഞാൻ നിങ്ങളുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. സർ, കാറിൽ നിന്ന് കണ്ടെടുത്ത കഞ്ചാവിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണോ? അല്ല, അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ കസ്റ്റഡി വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഇവനിത് വന്ന സോഴ്സ് അറിയണ്ടേ. പിന്നെ മാർക്കോ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ശരീരം നോവിച്ച് സത്യങ്ങളൊന്നും അറിയാൻ ശ്രമിച്ചില്ല. അവനാണെങ്കിൽ ആണയിടുക, കഞ്ചാവ് വന്ന വഴി അവൻ അറിയില്ല എന്ന് പറഞ്ഞു. അത് സത്യമായിരിക്കും സാറേ. ഇതിന് പിന്നിൽ വേറൊരുത്തരാവാനാണ് സാധ്യത. അന്ന് ലോക്കപ്പിൽ കിടന്ന ആ മേഘനാഥൻ, അവനവന്റെ അച്ഛനെയും കൊണ്ട് ഇടയ്ക്ക് തോമസ് സാറിന്റെ അഗസ്ത്യകൂടത്തിൽ വന്നതാ. നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ അതിന് തെളിവ് വേണ്ടേ? ഇവിടെ തോമസ് സാറിനെ പോലും പ്രതിയെടുത്ത് കേസെടുക്കേണ്ടതാ. എന്റെ വക്കീലെ, ഒരാളുടെ കാറിൽ നിന്ന് തൊണ്ടി സാധനം കണ്ടെത്തിയാൽ ഡ്രൈവർ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഓണറല്ലേ പ്രതി? തോമസ് സാർ അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്കൊക്കെ അറിയാലോ. ചില പച്ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ അതിൽ ലഹരി ചേർക്കാറുണ്ട്, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇവിടെ കഞ്ചാവ് കാറിലുണ്ടെന്ന് പറഞ്ഞ് പോലീസിന് സന്ദേശം ലഭിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ കാർ സെർച്ച് ചെയ്തേ പറ്റൂ. ഞാൻ സ്റ്റേഷൻ ജാമ്യം തന്നേക്കാം, പക്ഷെ കോടതിയിൽ കേസെത്തി കഴിഞ്ഞാൽ അവനല്ല പ്രതിയെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവനകത്തു പോവും. അവന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നുമല്ലല്ലോ. പക്ഷേ ഇപ്പൊ അവന് ജീവിക്കണമെന്നുണ്ട് സാറേ. തോമസ് സാറ് നല്ല ശമ്പളത്തിനാ അവനെ നിയമിച്ചത്. അതുകൊണ്ട് അവൻ അത്യാഗ്രഹം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം നിങ്ങൾ അവനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. മേഘനാഥന്റെ പെണ്ണിനെയാണല്ലോ
അവൻ തട്ടിക്കൊണ്ടുപോയത്. പിന്നെ അന്നത്തെ ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയതേ മേഘനാഥൻ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തതുകൊണ്ടാ. ഇവിടെയും പ്രതി അവനാണെങ്കിൽ അതിനെന്തെങ്കിലും തെളിവുതാ. ആ വഴിയെ പിന്നെ ഞങ്ങൾ പോയിക്കോളാം. ആ ശരി സാർ. ആ വിപിൻ, വരൂ. സാർ. ആ എടോ, അവനെയും കൊണ്ടുവാ. യെസ് സാർ.